ദിവസങ്ങൾക്ക് മുമ്പാണ് YMF-ന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഈ രാജകുമാരി പ്രദേശത്തേക്ക് ഞങ്ങൾക്ക് ടീമായിട്ട് കടന്നു വരുവാനും യാദൃച്ഛികമായിട്ട് ഞങ്ങൾക്ക് ഇരിക്കണമെങ്കിലും ദൈവത്തിന്റെ കാര്യപരിപാടി പെട്ടതായിരുന്നു. ഒരു രാത്രി ഈ പ്രിയ സഹോദരന്റെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വിശ്രമിപ്പാൻ ദൈവം വഴി ഒരുക്കിയത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പ്രിയ സഹോദരനെ കാണുവാനും പ്രിയ കുടുംബാംഗങ്ങളെ കാണുവാനും ദൈവം ഇടയാക്കിയത്. എന്നാൽ അതിനുശേഷം പ്രിയ സഹോദരന്റെ മകൻ ജെയിംസ് വാളകത്ത് വന്ന് സ്ഥലവും വീടും വാങ്ങിച്ച് അവിടെ താമസമാക്കിയതിനു ശേഷം പ്രിയ സഹോദരനും സഹോദരിയും പല പ്രാവശ്യം കടന്നു വന്ന് മകന്റെ വീട്ടിൽ താമസിക്കുകയും വാളകത്തുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് മാത്രമല്ല പ്രിയ സഹോദരന്റെ ഭവനത്തിൽ 2-3 പ്രാവശ്യം വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സമയം ചെലവിടുവാൻ, തന്റെ ജീവിതത്തെപ്പറ്റി അനേക കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ സഹോദരിയെയും അതുപോലെ പ്രിയ മക്കളെയും കൊച്ചുമക്കളെയും വലിയവനായ ദൈവം തന്റെ ദിവ്യമായ സമാധാനം നൽകി അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ദുഃഖവാർത്ത അറിഞ്ഞു കേട്ടത്. എന്നാലും ഞാൻ ആ സമയത്ത് ദൈവത്തെ സ്തുതിച്ചു. കാരണം പ്രിയമത്തായ സഹോദരൻ തന്റെ താഴ്ചയുള്ള രോഗമുള്ള ഈ ശരീരത്തിൽ നിന്ന് തനിക്ക് നിത്യമായ ഭവനത്തിലേക്ക് ദൈവം പ്രൊമോഷൻ കൊടുത്തു. കർത്താവ് തന്റെ സന്നിധിയിലേക്ക് ചേർത്തു. വെറുതെയല്ല ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആ നിലയിൽ കർത്താവ് തന്റെ ദാസനോട് കരുണ കാണിച്ചു. നിത്യമായ ഭവനത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടതുപോലെ ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത നിത്യമായ ഭവനത്തിലേക്ക് തന്റെ ദാസനെ ദൈവം ചേർത്തു. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ ദിവസം ഒന്നും പറയുന്നില്ല, അത് പലർക്കും അത് ദുഃഖമായിട്ട് തീരും. എന്റെ വീട് എറണാകുളം വാച്ച റോഡിന്റെ സൈഡിലാണ്. ഒരു ദിവസം എത്രയോ ആയിരങ്ങളാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഖബറിങ്കിലേക്കാ പോകുന്നത്. എന്തിനാ പോകുന്നത്? ഖബറിൽ കിടക്കുന്ന ആളോട് പ്രാർത്ഥിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ഉൾക്കൊള്ളാനായിട്ട് പറയാണ്. മരിച്ച് മാറ്റപ്പെട്ട ഒരു വ്യക്തി ദൈവമക്കൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കും എന്നുള്ളത് ശരിയാണെങ്കിൽ, കല്ലറയിൽ വിശ്രമിക്കുന്ന ഒരു വിശുദ്ധനും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കയില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാണ് മരിച്ചിട്ട് ആര് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നോ, 3-ാം ദിവസം മരണത്തെ ജയിച്ച് ജയവീരനായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. വേറൊരു വിശുദ്ധനും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കയില്ല. വെറുതെ കബറിങ്കിലേക്ക് പോവുകയാണ്. വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, ശവമുള്ളിടത്ത് എന്ത് കൂടും? കഴുക്കൽ കൂടും. എത്രയോ വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ക്രൈസ്തവ സമുദായം മാത്രമല്ല, ഹൈന്ദവര് ശിവഗിരിയിലേക്ക് കഴിഞ്ഞ ദിവസം പോയി. പോകുന്ന വഴിക്ക് കുറെ പേര് മരിക്കുകയും ചെയ്തു അപകടത്തിൽ. കുറെ പേര് താജ്മഹലിൽ, ഞാൻ പറയണം, ഞാൻ എയർപോർട്ടിലായിരുന്നു, താജ്മഹൽ കാണാൻ ചെന്ന കുറെ മുസ്ലിംസ് അവിടെയും വരും പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ ഒരു മുള്ള ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കും, പൈസ വാരി എറിയും. ഷാജഹാൻ ചക്രവർത്തിയും അതിന്റെ ഭാര്യയും അടക്കിയിരിക്കുന്ന സ്ഥലമാണ് താജ്മഹൽ. അവരെ അടുത്തടുത്താണ് അടക്കിയിരിക്കുന്നത്. പക്ഷെ അവിടെ കിടക്കുന്ന ശവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കോ? ഒരു നാളുമില്ല. പക്ഷെ മനുഷ്യൻ വെറും എന്താ പറയുക, ഒരു ബുദ്ധിയുമില്ലാതെ, ഒന്ന് ചിന്തിക്കാതെ ഖബറിങ്കിലേക്കാണ് യാത്ര. അത് മുസ്ലിംസിന്റെ കാര്യം. ക്രൈസ്തവരും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഹൈന്ദവരും ശിവഗിരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് വടക്കുള്ള ജനം തെക്കോട്ടും, തെക്കുള്ള ജനം വടക്കോട്ടും, അങ്ങനെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എത്ര മല കയറിയാലും ഈ കൃപയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയില്ല. ഈ കൃപയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ ദൈവമക്കളായി തീരുവാൻ വലിയവനായി ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു ഉപാധി, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. ഇനി ദൈവത്തിന് കൊച്ചുമക്കളുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീരണം. നമുക്ക് ഭൂമിയിൽ കൊച്ചുമക്കളുണ്ട്. ഒരു പക്ഷെ 4-ാം തലമുറ വരെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയെന്ന് വരും. പക്ഷെ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ കൊച്ചുമക്കളില്ല. കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ നിത്യമായ ഭവനത്തിൽ. അതായത് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. സുവിശേഷം മത്തായി സഹോദരനുമായിട്ട് ഞാൻ പരിചയമായിട്ട് ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി. എന്നാൽ എനിക്ക് മുമ്പ് പറഞ്ഞ സഹോദരൻ പറഞ്ഞതുപോലെ
മത്തായി സഹോദരൻ്റെ രണ്ടാമത്തെ മകൻ ജെയിംസ് വാളകത്ത് താമസമാക്കിയതിൽ പിന്നെ പ്രിയപ്പെട്ടവൻ്റെ ഭവനത്തിൽ ആ സഹോദരൻ വരികയും അങ്ങനെ പല പ്രാവശ്യം തമ്മിൽ കാണുവാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഇടവന്നിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും വളരെ സന്തോഷത്തോടും സൗമ്യതയോടും കൂടെ ഇടപെടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അറിയുവാൻ സാധിച്ചു, എന്നാൽ തമ്മിൽ കാണുവാൻ സാധിച്ചില്ല. ഞാൻ ജെയിംസിനോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം അപ്പച്ചൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വരാനുള്ള ശാരീരിക ശേഷി ഇല്ല, അതുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം അവിടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ആ സമയത്താണ്. വളരെ പ്രത്യാശയോടുകൂടെ, രോഗത്തിലും വളരെ പ്രത്യാശത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം തൻ്റെ മകനെ സഹായിച്ചു. ഒരു ദിവസം ഇടയാക്കുകയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം പ്രഭു നൽകുകയും ചെയ്തു. ആ കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. യാതൊരു മുന്നറിയിപ്പും കൂടാതെ മരണം നമ്മെ സമീപിക്കും. ഇന്ന് വേർപാടുള്ള ബന്ധത്തിലാണ് നാം ഈ ഭവനത്തിൽ വന്നിരിക്കുന്നത്. എനിക്ക് പ്രിയ മത്തായിച്ചേട്ടനുമായിട്ട് ഏതാണ്ട് 31 കൊല്ലത്തെ പരിചയമുണ്ട്. ഞങ്ങൾ പ്രദേശത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞ നാളിൽ ജീവിച്ചിരുന്നത്. കർത്താവ് ധാരാളമായി തന്നെ സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ പ്രത്യാശയും സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജീവിച്ചത് എന്ന് എനിക്കറിയാൻ കഴിയും. ഏതാണ്ട് ഒരു 70 വയസ്സ് പ്രായം ഉണ്ടാകും. മത്തായിച്ചൻ്റെ ഫാദർ പറഞ്ഞത് 71 വയസ്സ് കാണും എന്നാണ്. എങ്കിലും ദൈവത്തോളം സഹായിച്ചു. അതിശയകരമായി അത്ഭുതമായി ദേശത്ത് നിലനിർത്തി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന പ്രത്യാശ കൊടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഃഖകരമാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തുള്ള കഷ്ടതയും ഈ ലോകത്തുള്ള പ്രയാസങ്ങളും വെടിഞ്ഞ് തൻ്റെ പ്രത്യാശയുടെ തീരത്തേക്ക് ആ കർത്താവിനോട് ചേരുവാൻ പ്രിയ പിതാവിനെ ദൈവം അനുവദിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കുന്നു എന്ന ദൈവത്തിന്റെ തിരുവഴുത്തിൽ നാം വായിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഈ പ്രിയ പിതാവിന്റെ അടുക്കൽ വരുവാൻ എനിക്കിടയായി തീർന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു പ്രത്യേക വാക്ക്, ഈ ലോകത്തില് ദുഃഖവും വേദനയും കഷ്ടതയൊക്കെ ഉണ്ട്, എന്നാൽ അതേ സമയത്ത് ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ ആഗ്രഹിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ കർത്താവിന്റെ അടുക്കിലേക്ക് ചേരണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഉടനെ സാധിക്കത്തില്ല, എങ്ങനെയാണെങ്കിലും കുറെ നാളുകൂടെ കഴിയണം എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ തന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു. അതോർത്ത് ഈ പിതാവിന്റെ മരണാനന്തരം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുവാനായിട്ടുള്ള എന്തെങ്കിലും ചില ചടങ്ങുകളല്ല ഇവിടെ നടത്തുന്നത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് നാം കേട്ടതുപോലെ തന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാൻ, ദൈവത്തിന്റെ ഒരു വലിയ ദാസനായിട്ട് ഈ പ്രദേശത്ത് ജീവിപ്പാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് കർത്താവിൽ പ്രിയം വെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദകരമാകുന്നു. ഈ ലോകത്തിലെ കഷ്ടതയും പ്രയാസവും കണ്ണുനീരും വിട്ട് ഒരു ദിവസം നാം പറന്നു പോകുന്ന ദിവസമുണ്ട്. ജീവിച്ചിരിക്കുന്ന നാം അത് ഓർക്കണം. ഒരു ദിവസം മരണത്തെ നാമും കാണും. അങ്ങനെ നാം മരണത്തെ ദർശിക്കുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പറന്നു പോകുന്നത് എന്നുള്ളത് നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രിയ മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് നിത്യമായിരിക്കുന്ന രക്ഷയുടെ ആ അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തിന്റെ സമൃദ്ധിയിലേക്ക് മരണാനന്തരം പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഇല്ല, മരണം നമ്മെ വേർപിരിക്കുന്നില്ലെങ്കിൽ
കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നാൽ ആ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഈ മരണം കേവലം ശാരീരികമായിട്ടുള്ള ഒരു മരണമാണ്. കർത്താവ് പറയുന്നു ഒരു നിദ്ര എത്ര, ഒരു ഉറക്കം എത്രയെന്ന്. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ, ഈ പകലിൽ കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ ഒരു കാര്യം വളരെ സുനിശ്ചിതമാണ്: ഈ പ്രിയ പിതാവിന്റെ ശരീരം നാം ഒരിക്കലും ആ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകില്ല. മറിച്ച് നാം രൂപാന്തരം പ്രാപിക്കുന്നതിന് മുൻപ് ഈ പിതാവ് പുനരുദ്ധാനം ചെയ്യും. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ അതാണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. നമുക്ക് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കാം. അങ്ങേ തിരി ചെന്ന്, അങ്ങേ കരയിൽ ചെന്ന് നമുക്ക് ഈ പ്രിയ പിതാവിനെയും അതുപോലെ അനേക ദൈവഭക്തന്മാരെയും കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ലോകത്തിലായിരിക്കാൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കരയേണ്ട എന്ന് പറയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. ഈ പ്രിയ പിതാവ് എല്ലാ പ്രയാസങ്ങളും വെടിഞ്ഞ് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ അവരും ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ഈ പ്രിയ പിതാവിനോട് ഒരുമിച്ച് കർത്താവിനെ സ്വീകരിപ്പാൻ, നിത്യതയിൽ പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും കേട്ടുകൊണ്ടുന്ന സ്മരണകളാണ് വീണ്ടും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വചനധ്യാനവും അത് തന്നെയായിരിക്കും എന്ന തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ മത്തായി കുറിച്ചുള്ളതായിരിക്കുന്ന സ്മരണ പങ്കിടുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു കാലം 25 വർഷം മുൻപാണെന്ന് ആണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾക്ക് അതിന് പിന്നീട് ഒരു കുടുംബ ബന്ധമുണ്ടായി. അത് 1.5 വർഷമായി. നിങ്ങൾക്ക് ഏവർക്കും ഈ സമയത്ത് ഓർക്കാൻ കൊണ്ട് സാധിക്കുന്ന ഒരു വിഷയമാണ്. തൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ താൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. തൻ്റെ മക്കളെല്ലാവരും ആത്മീയമായിട്ടും ഭൗമികമായിട്ടും സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതും ഒരു വിലയേറിയ സംഗതിയാണ്. ഞങ്ങള് പരിചയപ്പെട്ട നാൾ മുതൽ ആത്മീയമായിരിക്കുന്ന ഒരു വലിയ പ്രത്യാശ എനിക്കുണ്ടായിരുന്നു. ആ കാര്യം സംസാരിക്കാറുണ്ട്. എൻ്റെ പ്രത്യാശയുടെ ഫലമായിട്ടാണ് ഇത്രയും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ബന്ധുക്കൾക്കും സ്നേഹിതന്മാർക്കും അയൽവാസികൾക്കും എല്ലാം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം, പ്രിയപ്പെട്ടവനെ ഈ നിലയിൽ ഒരു യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം കടന്നു വരാൻ ഇടയായി തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട ലോകം വേണ്ട എനിക്കൊന്നു വേണ്ട, എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തെങ്ങിടുന്നു, വിശ്വാസ കാണാൻ ഞാൻ നോക്കിടുമ്പോ സ്നേഹ വേറിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. 57 മുതൽ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. പങ്ക് കൃഷിയിൽ ബിസിനസ് ഈ പങ്ക് കാര്യങ്ങളുള്ള ബന്ധത്തിൽ
തെരുവ് മാറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. രാവും പകലും ഈ വാറ്റുവരയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ താനൊരു നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിട്ടാണ് ഇവിടെ അന്ന് ആയിരുന്നത്. ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംഘടനമായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. താൻ വളരെയേറെ ഈ ഭൗതിക കാര്യങ്ങളുള്ള ബന്ധത്തിലും കമ്മ്യൂണിസത്തോടുള്ള ബന്ധത്തിലും വളരെയേറെ കാര്യങ്ങൾ തനിക്ക് അറിയാമായിരുന്നു. ആ കാര്യത്തിൽ താൻ വളരെയേറെ വിജ്ഞാനം നേടിയിട്ടുള്ള മനുഷ്യനാണ്. ലെനിൻ്റെയും കാർൽ മാർക്സിൻ്റെയും ചരിത്രങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും അങ്ങനെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ സരസമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ തനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. മരണശേഷമുള്ള മനുഷ്യന് ആത്മാവിനെ സംബന്ധിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ നിരന്തരം സമ്പർക്കം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ച് ഇടയാറുണ്ട്. എങ്കിലും താൻ പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് അന്ന് ആണ്ടിലൊരിക്കൽ ഒരു കൺവെൻഷൻ നടത്തുന്ന ഒരു പദവി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു കൺവെൻഷനായിട്ട് പരിയയിലെ പച്ചോത്സവ സഹോദരനെയും കുന്നക്കുരുടിയിലെ പരോത്സവത്തെയും ഞങ്ങൾ പ്രാസികന്മാരായിട്ട് ക്ഷണിച്ചു. അന്ന് ബൈബിൾ ക്ലാസ്സിൻ്റെ സഹോദരൻ കൂട്ടുകാരും വരണമെന്ന് പറഞ്ഞാൽ ബലമായിട്ട് വിളിച്ചുകൊണ്ട് വന്നു. 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിനും യോഗത്തിനും സംബന്ധിച്ചു. ആ യോഗത്തിന്റെ അവസാനത്തിൽ താൻ ഒരു പാപിയാണെന്ന് സമ്മതിച്ചു. യേശുക്രിസ്തു രക്ഷാവായി സ്വീകരിച്ചു. അന്ന് നമ്മൾ സാധിക്കും. അതിനുശേഷമായിട്ടും ആ അധ്യായം അവസാനിപ്പിക്കുന്നത് മരിച്ച കണക്ക് കാണിച്ചുകൊണ്ടാണ്. എന്താണ് മരണം എന്ന് പറഞ്ഞ്? മരണം എന്നുള്ളത് കേവലം ഒരു യാദൃച്ഛികമല്ല. മനുഷ്യൻ മരണം അവന്റെ സ്വന്തമായി വിളിച്ചു വാങ്ങിച്ചതാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ഏത് തോട്ടത്തിലാക്കിയപ്പോൾ പറഞ്ഞു, നീ ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കൽപ്പന ലംഘിച്ചു, പാപിയായി തീർന്നു. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ കടന്ന മരണം മനുഷ്യന്റെ കടന്ന് വാഴുവാന്തക്കളുടെ തീർന്നു. ഇന്ന് സർവത്ര മരണമാണ്. സകലരെയും അടക്കി വരയ്ക്കുകയാണ് മരണം. പ്രിയമുള്ളവരെ, ഈ മരണത്തിൽ വിടുവിപ്പാന്തം സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല, ജീവിച്ചിടേണ്ട ആവശ്യമില്ല, ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ കൊണ്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്ന ലാഭമാണ്. ജീവിച്ചാലും ലാഭമാണ്, മരിച്ചാലും ലാഭമാണ്. ഒരു ദൈവഭക്തന് മാത്രമേ അത് പറയുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഡെഡ് ബോഡി നമ്മോട് മൗനമായ ഭാഷയിൽ പറയുന്നത്, നിങ്ങളെല്ലാവരും ആത്മരക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ വകയായി തീരണം എന്നാണ്. അത് നമ്മൾ ഭൗമികമായിട്ട് ഒരു ബന്ധം ഈ പിതാവുമായിട്ടുണ്ട്. എനിക്ക് മുമ്പ് എൻ്റെ പിതാവ് പറഞ്ഞതുപോലെ ഈ അപ്പച്ചൻ്റെ കൊച്ചുമകളെയാണ് എൻ്റെ അനുജൻ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളൂ. ഞാൻ ഈ രാജകുമാരികൾക്ക് വരുമ്പോൾ ഈ പ്രിയ പിതാവിനെ ആവോളം കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. താൻ ദീർഘമായിട്ട് ആത്മീയമായ കാര്യങ്ങളും ആത്മീയ മൂല്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഒരിക്കൽ താൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് താൻ ഓർപ്പിച്ച കാര്യം, പണ്ടത്തെക്കാളൊക്കെ ഉപരിയായിട്ട് ആത്മീയമായ വലിയൊരു മൂല്യ ശോഷണം ഈ നാളുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചെറുപ്പക്കാരായ നിങ്ങളാണ് ആ കാര്യത്തിലൊക്കെ ഇനി മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം. ദൈവവചനത്തിൻ്റെ മൂല്യങ്ങളെ ഒരിക്കലും വിസ്മരിച്ച് കളയാതെ അത് മുറുകെ പിടിക്കുന്നവരായി തീരണം എന്നൊക്കെ താൻ ഒരു ആത്മീക പിതാവിനെ പോലെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഞാൻ ഓർക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ ആത്മീയമായ വിഷയങ്ങളെ സംബന്ധിച്ചും ദൈവമക്കളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിലും താൻ വളരെ സഹായിയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ഒരു മാതൃകയാണ്. ഈ പിതാവിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചവരെല്ലാം തൻ്റെ പഴയ കാലത്തെക്കുറിച്ചും രൂപാന്തരത്തിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വ്യതിയാനത്തെക്കുറിച്ചുമാണല്ലോ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് എത്രമാത്രം സ്വാധീനം, എത്രമാത്രം രൂപാന്തരം വരുത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് വ്യക്തമായും ഈ പിതാവ് മൗനമായിട്ട് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഞാനൊരു വാക്യം ഇങ്ങനെ ഓർക്കുകയാണ്. 29
മണൽത്തരികൾ പോലെ ഞാൻ എൻ്റെ ആയുസ് ദീർഘമാക്കും എന്ന്. ഈ പ്രിയപിതാവിനെ സംബന്ധിച്ച് തൻ്റെ ആയുസ് ദീർഘമാണ് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് താൻ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് പറയുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പോകുവാൻ എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ നല്ല പൊരുതു വിശ്വാസം കാത്തു ഓട്ടമോടി ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ നൽകുമെന്നറിയുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയമിച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ പങ്കുമോഹനീയമുണ്ട്. അല്ല, ഈ യേശുക്രിസ്തു നിരാകരിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ ഭൗമികമായ ജീവിതത്തിലേക്കാണ് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നവരിൽ നിത്യമായ നരകശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ശരിയായിട്ട് യേശുക്രിസ്തുവിലാണോ അതോ യേശുക്രിസ്തു അല്ലയോ എന്നുള്ള ഉറപ്പ് വരുത്തി പോകണം എന്നുള്ളത് ബുദ്ധി ഉപദേശം കൊണ്ട് വിശേഷാൽ ഈ പിതാവിന്റെ ഈ വിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ പിതാവ്, അതുപോലെ പ്രിയ അമ്മച്ചി, അതുപോലെ മക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും എന്റെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ദുഃഖം അറിയിച്ചുകൊണ്ടും സർവോപരി വലിയവനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള ആശ്വാസ വചനങ്ങൾ കൊണ്ടും എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരിക്കലെത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കലെത്തുമൊട്ടും കണ്ണീരില്ല വീട്ടിൽ, ഞാനൊരിക്കലെത്തുമൊട്ടും കണ്ണീരില്ല വീട്ടിൽ, എന്റെ കർത്താവിന്റെ വീട്ടിൽ, എന്റെ കർത്താവിന്റെ വീട്ടിൽ. സർവാശ്വാസങ്ങളുടെയും ദൈവം ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരു സംഭവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അനേക കാര്യങ്ങൾ അവർ പറഞ്ഞ് സന്തോഷിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. ഈ ബോട്ട് ഒരു പ്രത്യേകമായ അപകടത്തിൽപ്പെടാനായിട്ട് ഇടയായി തീർന്നു. യാത്രക്കാരായ ഓരോ വ്യക്തികളും വളരെ വേദനയോടും ചഞ്ചല ഹൃദയത്തോടും കൂടെ വാവിട്ട് കരയാനായിട്ട് തുടങ്ങി. എന്നാൽ ആ യാത്രക്കാരിൽ ഒരു മാതാവ് വളരെ ശാന്തമായി, യാതൊരു ചഞ്ചലവും ഇല്ലാതെ വളരെ സന്തോഷമായി ആ ബോട്ടിൽ ഇരിക്കുന്നത് കാണാനിടയായി. അപ്പോൾ അടുത്തിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു, അമ്മച്ചി എന്താ യാതൊരു ദുഃഖവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ ബോട്ട് മുങ്ങുവാനായിട്ട് തുടങ്ങുകയാണ്. ചിലപ്പോൾ ചില നിമിഷങ്ങൾ കൂടെ പിന്നിട്ടാൽ നാം ഒക്കെ ഈ ജലാശയത്തിന്റെ ആഴങ്ങളിൽ അമർന്നു പോകും. അമ്മച്ചിക്ക് എന്താ ദുഃഖമില്ലാത്തത്? അമ്മച്ചി പറഞ്ഞു, മറുപടി എന്താണെന്ന് ചോദിച്ചാൽ അമ്മച്ചി പറഞ്ഞു, ഞാന് എന്റെ മൂത്ത മകളുടെ വീട്ടിലേക്കാണ് പോകാനായിട്ടാണ് ഈ ബോട്ടിൽ കയറിയത്. അല്ല, ഈ ബോട്ട് ഈ ആഴത്തിൽ മുങ്ങി എന്നെയും ഈ ജലത്തിന്റെ ആഴങ്ങളിൽ ഞാനും അമർന്നാൽ ഞാൻ എന്റെ ഇളയ മകളുടെ വീട്ടിലെത്തും എന്ന് പറഞ്ഞാൽ അമ്മച്ചി പറഞ്ഞതിന്റെ സാരം ഇതാണ്: എന്റെ ഇളയ മകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്നെ വിട്ട് കടന്നുപോയി. അവൾ രക്ഷിക്കപ്പെട്ട ഒരു മകളായിരുന്നു. അവൾ ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ഞാൻ ഈ ബോട്ട് തകർന്ന് ഇവിടെ എന്റെ ജീവിതം അവസാനിച്ചാൽ നൊടി നേരം കൊണ്ട് ഞാൻ എന്റെ ഇളയ മകളുടെ അടുക്കലെത്തും. അല്ല, ബോട്ടിനൊന്നും സംഭവിച്ചില്ല. ഈ യാത്ര അക്കരെ ചെല്ലാനിടയായാൽ ഞാൻ എന്റെ ഉദ്ദേശിച്ചതുപോലെ മൂത്ത മകളുടെ വീട്ടിലെത്തും. എന്തായാലും എനിക്ക് സന്തോഷമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം ആരംഭമായി വായിച്ചു കേൾപ്പിക്കട്ടെ. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു.
നായ്ക്കളും വന്ന് അവന്റെ വ്രണം നോക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ് നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പുലർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറയും. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാതെ സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 70 വർഷങ്ങളിലെ ജീവിതത്തിന് ശേഷം മക്കളെയും കൊച്ചുമക്കളെയും ഒരുപക്ഷെ അവരുടെ മക്കളെയും ഏതാണ്ട് 4ാം തലമുറ വരെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായ പ്രിയ മത്തായിച്ച കഴിഞ്ഞ ദിവസം വൈകുന്നേരം താൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് ദൈവജനത്തിനും സ്തോത്രത്തിനും സന്തോഷത്തിനും വക നൽകുന്ന വിഷയമാണ്. ഞാൻ ഈ പ്രിയ മത്തായിച്ചാനെ പരിചയപ്പെടുന്നത് 1981 രാജകുമാരിയിൽ അധികം വരാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ വന്നിട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ ഭവനത്തിൽ വരികയും ചില മിനിറ്റുകൾ വിശ്രമിക്കുകയും ഈ ഭവനത്തിലെ ആതിഥ്യം അനുഭവിക്കുവാൻ ഇടവരികയും ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ അദ്ദേഹം എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നാം കേട്ടതുപോലെ കമ്മ്യൂണിസത്തിന്റെയും നാസ്തികവാദത്തിന്റെയും നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട അദ്ദേഹത്തിന് രക്ഷിതാവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ പ്രദാനം ദൈവം ചെയ്തപ്പോൾ ദൈവഭാഗത്തേക്ക് വരാനും ദൈവജനത്തോടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തുവാനും നാം അല്പം മുമ്പ് കേട്ടതുപോലെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നാഴികയിലും ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഈ വിലയേറിയ ദൈവദാസന് ദൈവം ഭാഗ്യം കൊടുത്തു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാന ആമ്പൽക്കുളത്തിൽ കുളിക്കാൻ വന്നു. പഠിച്ചവർക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വന്ന ആന അതിന്റെ തുമ്പിക്കൈ കൊണ്ട് കുസൃതി കാണിച്ചതിൽ ഒരു കുസൃതി വണ്ടിരുന്ന ആമ്പൽപ്പൂ തുമ്പിക്കൈ കൊണ്ട് പിഴുതെടുത്തു. അതിന്റെ കാലിന്റെ അടിയിലിട്ട് ഞെരിച്ചമർന്നു. ആമ്പൽപ്പൂവും അതിനകത്തിരുന്ന വണ്ടിന്റെ മനോരഥവും അങ്ങനെ നശിക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന യുവതികളെ, യുവാക്കളെ, പ്രായമുള്ളവരെ, ഇതുപോലെ മനോരഥം കണ്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുക. പക്ഷേ നിങ്ങളുടെ ജീവിതം ഇന്ന് കൂമ്പിട്ടാൽ, ജീവിതം ഇന്ന് അസ്തമിച്ചാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? കേട്ടോ, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ചൈനക്കാരന്റെ കുംഫു ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ജപ്പാൻകാരന്റെ ഷോട്ടൈക്കോനൊക്കെ പഠിച്ചു കാണും, ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തു കാണും. മരണത്തിനത് വിഷയമല്ല. ഏത് മനുഷ്യനെയും മരണം കടന്നാക്രമിക്കും. മരണം നിശ്ചയമാണ്, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഈ ജീവിതമുണ്ട്, ഒരു മരണാനന്തര ജീവിതമുണ്ട്. മരണം മനുഷ്യന്റെ അവസാനമല്ല. അവിടെ എഴുതിയിരിക്കുന്നു, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, ദരിദ്രന് മരിച്ചു. ദരിദ്രൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ പോയി, ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. മരണത്തിനപ്പുറം ജീവിതമുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറം ജീവിതമുണ്ട് കേട്ടോ. ചിലര് പറയുന്നത് ഇങ്ങനെയാ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ല.
ജീവിക്കുമ്പോൾ സുഖമായി ജീവിക്കണം. ഞങ്ങളെപ്പോലുള്ള ഈ ബൈബിളുമായി പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ കാണുമ്പോൾ ചിലർ പുച്ഛത്തോട് പറയും, ഇതിനിടയൊക്കെ ഒരു ജീവിതം. ഞങ്ങളുടെ ജീവിതത്തിന് എന്താ കുഴപ്പം? ഒന്ന് കുടിക്കാനൊക്കുമോ? ഒന്ന് വലിക്കാനൊക്കുമോ? മനുഷ്യനായാൽ പുരുഷനായാൽ വലിക്കണം, കുടിക്കണം, അതാണ് ജീവിതം. ഓ, എത്ര അബദ്ധമായിരിക്കുന്ന വാക്കുകളാണ് പ്രിയമുള്ളവരെ. ജീവിതം എന്ന് പറയുന്ന അതല്ല. ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളിലൂടെ, പാപത്തിന്റെ കൂലം കുത്തിയ വാച്ചിലൂടെ മുൻപോട്ട് പോകുന്ന നിങ്ങൾ മനസ്സിലാക്കണം, മരണം കൊണ്ട് മണ്ണടിയാത്തൊരു ജീവിതം നിങ്ങൾക്കുണ്ട്. കാരണം മനുഷ്യന് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. മനുഷ്യന് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. മനുഷ്യൻ ആത്മാവുണ്ടെന്നുള്ള വസ്തുത എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഗീതയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. വാളുകൊണ്ട് ഭേദിപ്പിക്കാൻ കഴിയുകയില്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയുകയില്ല, ജലം കൊണ്ട് ആർദ്രമാക്കാൻ കഴിയുകയില്ല, കാറ്റുകൊണ്ട് ഉണക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ ആത്മാവ് അനശ്വരമാണ്. ഒരു ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി എന്നാ. പ്രിയമുള്ളവർ, എന്തുകൊണ്ട് ധനവാൻ യാതനാ സ്ഥലത്ത് പോയി? എന്തുകൊണ്ട് ലാസർ പർദീസയിലേക്ക് പോയി? അത് ഞാൻ പിന്നീട് ഓർപ്പിച്ചുകൊള്ളാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മരണാന്തര ജീവിതത്തിൽ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. രണ്ട് സ്ഥലങ്ങൾ. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇവിടെ അങ്ങനെയാ കണ്ടത്. നിങ്ങൾ എന്നോട് ഒന്നും തോന്നരുത്, ഒരു യാഥാർത്ഥ്യം പറയാം. എന്നാൽ നമ്മിൽ അനേകരെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇത് രണ്ടുമല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്ഥലമുണ്ട്. അതിനെന്തും പേരിടാം. ഇട്ടിരിക്കുന്ന പേരെന്തൊക്കെയാണെന്ന് അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരസ്യമായി പറയുന്നില്ല. അതുകൊണ്ട് മരിച്ചുപോയ ആത്മാവ് നരകത്തിലേക്കും പോകുന്നില്ല, സ്വർഗത്തിലേക്കും പോകുന്നില്ല. ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, വായിച്ച വേദഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതേ രണ്ട് സ്ഥലം. പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടിക്ക് രണ്ടേ മറുപടി. അതിലൊന്ന് ജയിക്കുക അല്ലെങ്കിൽ തോക്കുക. ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് മറ്റൊരു മറുപടിയില്ല. മരണത്തിനപ്പുറം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു കുട്ടി സ്വർഗമില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ തെറ്റുപറ്റിയിരിക്കുക. മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കൾ ബെസ്പൂർക്കാരയിലാണെന്നും ശുദ്ധീകരണ സ്ഥലത്താണെന്നും ജീവനോടിരിക്കുന്നവര് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ആണ്ടോണ്ട് ചെയ്തു കഴിയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമെന്നും ഒക്കെയല്ലേ നമ്മളിൽ പലരെയും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വഞ്ചിക്കപ്പെടരുത്. 66 പുസ്തകം എന്ന് വിളിക്കുന്ന യഹോവയുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഉപദേശമില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെയുമല്ല, ധനവാൻ അബ്രഹാം പിതാവിനോട് വിളിച്ചു പറഞ്ഞു, ലാസറിനെ വിരൽ വെള്ളത്തിൽ മുക്കി ഇങ്ങോട്ട് നയിക്കണം. അബ്രഹാം പിതാവ് പറഞ്ഞ മറുപടി നാം വായിച്ചു കേൾക്കുകയുണ്ടായി. മകനെ, ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാൻ ഒക്കുകയില്ല, അവിടെ നിന്ന് ഒരാൾക്ക് ഇവിടേക്ക് വരുവാൻ കഴിയയില്ല. നമുക്ക് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. ഈ പിളർത്തക്കിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. രണ്ട് സ്ഥലം മാത്രം. അതാണ് ബൈബിളിൽ പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഈ രണ്ട് സ്ഥലങ്ങളിൽ ധനവാൻ യാതനാ സ്ഥലത്ത് പോയി, ദരിദ്രൻ പർദീസയിലേക്ക് പോയി. ഈ വാക്യം വെച്ച് ചിലര് പറയുന്നത് ഇങ്ങനെയാ, ധനവാന്മാരോ ഒരെണ്ണം സ്വർഗത്തിൽ പോവുകയില്ല, സ്വർഗം ദരിദ്രർക്കാ. ലാസർ ദരിദ്രനായതുകൊണ്ടാ സ്വർഗത്തിൽ പോയത്. പ്രിയമുള്ളവരെ, ആ ഉപദേശവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ധനവാന്മാരും സ്വർഗത്തിൽ പോകുകയില്ലെങ്കിൽ അബ്രഹാം ഒരു വലിയ ധനവാനാണ്. അബ്രഹാം പിതാവിന്റെ മടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അബ്രഹാം എന്ന ധനവാൻ സ്വർഗത്തിലുണ്ട്. ഏറ്റവും വലിയ മറ്റൊരു ധനവാനായിരുന്നു ഇയ്യോബ് സ്വർഗത്തിലുണ്ട്. അങ്ങനെ എത്രയോ ധനവാന്മാര്. ദാവീദ് ഒരു വലിയ ധനവാനായിരുന്നു, ധനവാൻ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ധനവാന്മാരായതുകൊണ്ട് സ്വർഗത്തിൽ പോകുകയെന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ ദരിദ്രനായതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധവുമില്ല. എത്രയോ ദരിദ്രർ നരകത്തിലുണ്ടെന്ന് അറിയാമോ? പിന്നെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പർദീസയിലും യാതനാ സ്ഥലത്തുമായി പോയത്? ഒരൊറ്റ കാരണത്താൽ. കേട്ടുകൊള്ളുക. ആ വായിച്ച വേദഭാഗത്തിന് ഒടുവിലേക്ക് വരുമ്പോൾ ധനവാൻ പറയുന്നത് ഇങ്ങനെയാ, അബ്രഹാം പിതാവേ, എനിക്ക് 5 സഹോദരന്മാർ ഭൂമിയിലുണ്ട്. അവിടേക്ക് ലാസറിനെ അയക്കണം. എന്തിനാ? അവരോട് സുവിശേഷം പറയണം. അതെന്തിനാ? അവര് മാനസാന്തരപ്പെടണം. അപ്പൊ ധനവാന് മനസ്സിലായി, ഞാൻ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ് ഈ യാതനാ സ്ഥലത്ത് വന്നത്. പ്രിയമുള്ളവരെ, ഒരുവനെ യാതനാ സ്ഥലത്ത് വിടുന്നത് മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. ഒരുവനെ സ്വർഗത്തിൽ വിടുന്നത് മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ്. ഇവിടെ ആരോ ഞാൻ വന്നപ്പോൾ പ്രസംഗിച്ച് കേട്ടു, ഇവിടെ വെച്ച് ആർക്കും പറയാൻ ഒക്കുകയില്ല, ആർക്കും നിശ്ചയിക്കാൻ ഒക്കുകയില്ല. ആര് പറഞ്ഞു പറയാൻ ഒക്കുകയില്ലെന്ന്? ഈ പ്രസംഗിക്കുന്നത് എനിക്ക് പറയാൻ കഴിയും. ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ തീരുന്നതിന് മുൻപ് എന്നെ
വലിച്ചു കയറ്റുന്ന ശ്വാസം നിലച്ചെങ്കിൽ ഞാൻ കർത്താവിന് കൂടെ ആയിരിക്കും, സ്വർഗത്തിലായിരിക്കും. എനിക്കത് പറയാൻ കഴിയും. ഈ പ്രിയപ്പെട്ടവന്റെ ആത്മാവ് ഇന്ന് സ്വർഗത്തിലുണ്ട്, നിശ്ചയമായും പറയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ആത്മാക്കൾ, ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന്റെ ആത്മാക്കൾ നിശ്ചയമായും മരണത്തിനപ്പുറം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും, ഇമ്പങ്ങളുടെ പർദീസയിലായിരിക്കും. എന്താ കാര്യം? ബ്രദറുകാരായതുകൊണ്ടല്ല, വെള്ളത്തിൽ പോയി മുങ്ങിയത് കൊണ്ടല്ല. ബൈബിൾ പറയുന്നത് പോലെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, അഥവാ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടാൽ യാതനാ സ്ഥലത്ത് പോകുകയില്ല, അവൻ സ്വർഗത്തിലായിരിക്കും. മാനസാന്തരപ്പെടാത്തവന് യാതനാ സ്ഥലത്ത് പോകും. ധനവാൻ ദിനംപ്രതി പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് സുഖലോലുപനായി ജീവിച്ചെങ്കിലും അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ യാതനാ സ്ഥലത്ത് പോയി. ദരിദ്രനായിരിക്കുന്ന ലാസർ, അവൻ ദരിദ്രനാണ്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ഉപജീവനം കഴിച്ചെങ്കിലും പ്രിയമുള്ളവരെ അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു. അവൻ സ്വർഗത്തിൽ പോയി. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സകല ദൈവമക്കളെയും കാണാൻ പോകുകയാണ്. യേശുവിനെ കാലം ധരിക്കുമ്പോൾ സകല വിശുദ്ധന്മാരെ കല്ലറകൾ തുറക്കപ്പെടുകയും അവർ പുനരുത്ഥാനം ചെയ്യുകയും പുനരുത്ഥാന ശരീരത്തോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അമ്മച്ചി, പ്രിയ മക്കളെ, കൊച്ചുമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, തൽക്കാലമായി നിങ്ങളെ വിട്ടുപോയ ഈ പിതാവിനെ എത്രയും വേഗം കാണാൻ പോവുകയാണ്. ഈ പിതാവിന് ഇപ്പോൾ ഒരു നിദ്രയാണ്, ഇത് ഉണർത്തപ്പെടാനായിട്ട് പോവുകയാണ്. യേശു വരുമ്പോൾ പിതാവിനെ ദൈവം ഉണർത്തും. അങ്ങനെ പിതാവ് മാത്രമല്ല സകല വിശുദ്ധന്മാരും ഉണരും, കല്ലറകളെ വിടും, യേശുവിനെ എതിരേൽപ്പാൻ നിത്യമായ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കും. ഈ വചനത്താൽ ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. സകല കൃപാലുവായ ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കട്ടെ. കരയേണ്ട മകളെ എന്ന് നയിലെ വിധവയോട് പറഞ്ഞ കർത്താവ് നിങ്ങളോട് പറയുന്നു, കരയേണ്ട. അവൻ തന്റെ കടതലത്തിൽ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കട്ടെ, നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, പ്രത്യാശയാൽ നിറയപ്പെടുക. ഇന്ന് പകലിൽ ഈ വചനം കേട്ട പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുക, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുക, സമാധാനത്തോടും സ്വസ്ഥതയും കൂടെ ജീവിക്കുക, ആശ്വാസത്തോടെ ജീവിക്കുക. സ്വർഗം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ, പാപമോചനം ലഭിക്കട്ടെ. യേശുക്രിസ്തു വേഗം വരാൻ പോകുന്നു. ലോക സംഭവങ്ങൾ അവന്റെ വിളിച്ചറിയിക്കുകയാണ്. അവൻ അടുക്കവാതുക്കലായിരിക്കുന്നു. അതിനായിട്ട് ഒരുങ്ങുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്ന ഇവിടെയുള്ള ദൈവമക്കൾക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാണ്. ഈ പ്രിയ പിതാവിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ വേണ്ടി കടന്ന് അവരിൽ നോക്കി കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കും ഈ സമീപവാദം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഈ സമയം അറിയിച്ചുകൊണ്ട് ഞാൻ എത്രയും പറഞ്ഞു നിർത്തുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു എന്ന ആശ്വാസഗാനം പാടി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് സെമിത്തേരിയിലേക്ക് നീങ്ങാം. ആശ്വാസ
പകൽ ഞാൻ യേശുവിൻ കൂടെ ഞാൻ മേവുന്നു മഞ്ഞിരിൽ മോദമായി ജീവിതം ധന്യമായി സങ്കടം തീർന്നുപോയി ഈ വിധം എന്നു ഞാൻ ഭാഗ്യമായി ആകയാൽ ജീവിത പാതയിൽ ഏറിടും ഭാരത്തിൽ വീതനാകില്ല ഞാൻ ധൈര്യമായി നോക്കി ഞാൻ പോയിടും ആനന്ദഗാനങ്ങൾ പാടി നാഥനെ സ്നേഹിച്ചു സേവിച്ചു മാത്രമെന്നാളുകൾ ദുഃഖവും നിന്നയും തീർന്ന നിത്യമായി വാഴും തൻ കൂടെ ദുഃഖവും നിന്നയും നിത്യമായി വാഴും തൻ കൂടെ മരണമേ വിഷമെങ്ങു നിന്റെ വിജയഭൂമിവിടെ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ
വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. തടയുവാൻ ഇല്ലൊരു കൈയും, തടയുവാൻ ഇല്ലൊരു കൈയും. ഹല്ലേലൂയ. മരണമേ വിഷമെന്നും നിന്റെ വിജയഭൂമിവിടെ. എൻ ദേഹം മൺമയമെന്നാലിനിയും താൻ വരുമന്നാൾ. എൻ ദേഹം മൺമയമെന്നാലിനിയും താൻ വരുമന്നാൾ. വിളങ്ങും തേജസ്സിൽ നന്നായി, വിളങ്ങും തേജസ്സിൽ നന്നായി. ഹല്ലേലൂയ. മരണമേ വിഷമെന്നു നിന്റെ വിജയഭൂമിവിടെ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാ. പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. കർത്താവെ, നിന്റെ ദാസനെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാകിയാൽ അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് ഏറ്റവും വിലയേറിയതാണ്. ആ നിലയിൽ കർത്താവെ, അവിടുന്ന് ആ വിലയേറിയ അനുഭവത്തിലേക്ക് അവിടുത്തെ ദാസനെ കടത്തിവിട്ടതിനായി സ്തോത്രം ചെയ്യുകയാണ്. അല്ലലും അലച്ചിലുമില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ മനോഹരമായ സന്നിധിയിലേക്ക് കർത്താവെ അങ്ങേക്ക് ചേർത്തുകൊള്ളുവാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നിയതിനായി സ്തോത്രം. കർത്താവെ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലും ധാരാളമായി ഉണ്ടാകുവാൻ സഹായിക്കണം. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ദുഃഖത്തിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവാശ്വാസങ്ങളുടെയും ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്ക്ക് വളരെ ധൈര്യം പകരുന്നതാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഈ സമയം കർത്താവെ, അവിടുത്തെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. രണ്ട് വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം
15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. കേ മരണമേ, നിന്റെ ജയം എവിടെ? കേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ എഴുതിയ ഒരു വാക്യം കൂടെ വായിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടക്കം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, അവിടുന്ന് ചെയ്ത കൃപകളെയും അവിടുത്തെ ഉപകാരങ്ങളെയും തന്നെ രക്ഷിച്ചതിനായി അവിടുത്തെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ബന്ധുമിത്രാദികൾക്കും വീട്ടുകാർക്കും സഹോദരന്മാർക്കും ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്ന ഈ നിലയിൽ സംബന്ധിപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾ അതിനു വേണ്ടി അവിടുത്തെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളിവിടെ അടക്കം ചെയ്യുന്നതായിരിക്കും ശരീരം കർത്താവിൻ്റെ വരയിൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവെ, ഈ മൺമയമായിരിക്കുന്ന ശരീരം സ്വർഗീയമായി ഉയർത്തെഴുന്നേൽക്കുന്നതായിരിക്കുന്ന വിശ്വാസത്തോടുകൂടെ, ഉറപ്പോടുകൂടെ, ധൈര്യത്തോടുകൂടെ ഞങ്ങൾ സംസ്കരിക്കുകയാണ്. കർത്താവെ, നാം മണ്ണുകൊണ്ടുള്ളവനെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കുമെന്നാണല്ലോ ഇപ്പോൾ മണ്ണുകൊണ്ടുള്ള പ്രതിമയാണ് ഇവിടെ ഞങ്ങൾ അടക്കം ചെയ്യുന്ന. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം സ്വർഗീയമായിരിക്കുന്ന ശരീരമാകും. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കൃപകൾക്കും സകല വിശ്വസിക്കായി അവിടുത്തെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നിങ്ങൾ സഹായിച്ചുള്ളൂ ഞങ്ങളുടെ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം എടുത്ത് സാന്നിധ്യമുള്ളതുകൊണ്ട് സ്തോത്രം കർത്താവെ. ദുഃഖത്തിലിരിക്കുന്നവർ ഓർക്കണം, സഹായിക്കണം, കൃപ ചെയ്യണം, രക്ഷിക്കണം, കണ്ണ കാണിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം രക്ഷിതാവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. കഥനങ്ങൾ നീക്കി തിരുമാർവിലെന്നെ പുൽകിയുറക്കുന്ന വാത്സല്യമേ. കഥനങ്ങൾ നീക്കി തിരുമാർവിലെന്നെ പുൽകിയുറക്കുന്ന വാത്സല്യമേ. കണ്ണീരുപ്പി കരുണയ
സുതലോ